ഹലോ, നമസ്കാരം ഗായ്സ്. ഞാൻ ഇവിടെ കുറച്ച് പുല്ല് കാട് മൂടി കിടക്കുന്ന കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് ചീര നടാമെന്ന് കരുതി. കാരണം ഇവിടെ കുറച്ച് കാടും പുല്ലൊക്കെ ആയിട്ട് ഈ ജന്തുക്കളുടെ ശല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ കുറച്ച് ചീര നടാമെന്ന് കരുതിയാൽ ചീരയായി കാടും ഉള്ള വൃത്തിയായ സ്ഥലമാവും. അങ്ങനെ ഞാൻ കുറച്ച് ഈ പുല്ലിൻ്റെ മേലെ കുറച്ച് മണ്ണൊക്കെ ഇട്ടു. ഇതുപോലെ അമർത്തി പുല്ല് കട്ട് ചെയ്യൊന്നും വേണ്ട, പറിച്ചൊന്നും വേണ്ട. അതിൻ്റെ മേലേക്ക് മണ്ണ് അങ്ങ് ഇട്ട് കൊടുക്കുക. അതുപോലെ റൗണ്ടാക്കിയിട്ട് നല്ല ഏത് ഷേപ്പാണ് അവിടെ കിടക്കണം അതുപോലെ നമ്മൾ ഇത് റൗണ്ടാക്കിയിട്ട് എടുക്കുക. നീളത്തിൽ അങ്ങനെ തറ പോലെ അങ്ങനെ എടുക്കുക. ആ പുല്ലിൻ്റെ മേലേക്ക് വെറുതെ മണ്ണിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് അമർന്നോളും. ഇതുപോലെ നല്ല മേലേക്ക് നല്ല നോദത്തിൽ മണ്ണിട്ട് കൊടുക്കുക. ഈ പുല്ലാണ് നമ്മളെ ചീരക്കുള്ള വളം. കാരണം ഇനി 2-3 വട്ടം ചീര ഉണ്ടാക്കും, അതിനുള്ള വളം ഈ പുല്ലാണ്. നമ്മൾ വേറെ വളവും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഈ പുല്ല് കുറച്ച് കഴിഞ്ഞാൽ ഈ ചീര മുളച്ച് വന്നു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ വളം. ഈ പുല്ല്, ഈ കാണുന്ന പച്ചപ്പുല്ല്. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ മണ്ണിട്ട് കൊടുക്കുക. ഒരിക്കലും അത് പുല്ല് മേലേക്ക് വന്നു പോയില്ല. കണ്ടോ, ഇതുപോലെ റൗണ്ടിലാക്കിയിട്ട് ആ പുല്ലിൻ്റെ മേലൊക്കെ മണ്ണിട്ട് കൊടുക്കുക. നമ്മളെ വീടിൻ്റെ മുന്നിലൊക്കെ ഇതുപോലെ പുല്ലും കാര്യങ്ങളൊക്കെ ഇതുപോലെ ചീര നടാം. കണ്ടോ, ഇതുപോലെ ആക്കിയിട്ട് ആ പുല്ല് നല്ല ഉയരത്തിലുള്ള പുല്ലായിരുന്നു ഇവിടെ. അവിടെ ഫുള്ള് ഞാൻ ഇതുപോലെ മണ്ണിട്ടു. കണ്ടോ, ഇതുപോലെ ചെയ്യുക. ഇതുപോലെ നല്ല പൊടിമണ്ണാക്കുക. കണ്ടോ, ഇതുപോലെ നല്ല അതുപോലെ ആക്കുക. നല്ല പൊടിമണ്ണായി. നമുക്കിനി ഇതിൻ്റെ മേലെ ചീര പാകണം. നല്ല ഉഷാറും മണ്ണാണ്. കൃഷി ചെയ്യാതെ അങ്ങനെ നിൽക്കുന്ന സ്ഥലമായിരുന്നു. കേട്ടോ, ഇനി നമുക്ക് ചീര വിത്ത് പാകാം. ചീര വിത്ത് ഞാൻ നാടൻ വിത്താണ് വാങ്ങിയത്. വാത്താങ്കിരി ഒന്നുമല്ല, സാധാ നാടൻ വിത്ത്. നല്ല ചുമപ്പ് ചീര, റെഡ് ചീര, സാധാ നാടൻ വിത്ത് വാങ്ങി. അത് കുറച്ച് മണലിട്ടു. മണലിലേക്ക് അതിട്ട് കുറച്ച് കണ്ടോ ഇതുപോലെ ഇടുക. കണ്ടോ, മണലിടണം. അല്ലെങ്കിൽ നമ്മൾ വിത്ത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി മണലിടുക. ലെയറായിട്ട് മണലിടുക. നമ്മൾ മണൽ മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഇടണ വിത്ത് ഒരു സ്ഥലത്ത് വീണ് ഒന്നായിട്ട് മുളക്കും. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടുക. എന്താ, എറുമ്പ് ശല്യം ഉണ്ടാവുകയില്ല. കാരണം ഈ ചീരവത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എറുമ്പ് വേഗം കൊണ്ടുപോകും. മുളച്ച് കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോകില്ല. അതിന് മുന്നേ കൊണ്ടുപോകാൻ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നു. ഇനി കുറച്ച് റവ ഇടുക. ഈ എറുമ്പുക്കൾ വരികയാണെങ്കിൽ തന്നെ ഈ റവ കഴിച്ചോളും. അപ്പോഴത്തേന് റവ കഴിച്ച് കഴിയുമ്പോഴത്തേന് ഈ ചീരവത്ത് മുളച്ചാൽ പിന്നെ കൊണ്ടുപോകില്ല. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യുക. നല്ല മണലിട്ട് കൊടുക്കണം. എന്നാലേ നമ്മൾ ഇടുന്ന വിത്തുകളൊക്കെ ഏകദേശം കറക്റ്റ് വീഴുള്ളൂ. ഒന്നായിട്ട് കുത്തി വീഴില്ല. മണലാകുമ്പോൾ ഒന്നായിട്ട് കുത്തി കുറച്ച് ആർക്കും അങ്ങനെ വതച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ 2 ദിവസം മുന്നേ പുല്ലിൻ്റെ മേലെ മണ്ണിട്ടുണ്ടോ ഇതുപോലെ ഒന്ന് കളച്ച് കൊടുക്കും. കണ്ടോ, നല്ല ഓതായി. ഇപ്പോൾ പുല്ലൊക്കെ ഉണങ്ങി നല്ല ഉഷാറായി. കണ്ടോ, എന്താ ഓതം. അതിൽ നമുക്ക് ഒരു വടി കൊണ്ട് നല്ല കട്ടയൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഇതുപോലെ ചെയ്യുക. കണ്ടോ, കട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക, വൃത്തിയാക്കി കൊടുക്കുക. കണ്ടോ, ആ കല്ലൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പഠിച്ചു കൊടുത്താൽ മതി. പൊടിയാക്കി കൊടുക്കുക. കണ്ടോ, എന്നിട്ട് ആ ചീരവിത്ത് ഇട്ട് മിശ്രിതം ഇതിന് മേലെ കൂടെ ഒന്ന് ഇങ്ങനെ മാറ്റി കൊടുക്കുക. മണലും ചീരവിത്തൊക്കെ പടത്ത് മിക്സ് ചെയ്ത സാധനമുണ്ടല്ലോ, അത് ഇതിൻ്റെ മേലെ ഇങ്ങോട്ട് കൊടുക്കുക. കണ്ടോ, നമ്മൾ ഈ മണലിടുമ്പോൾ കണ്ടോ, നമ്മൾ ചീരവിത്ത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ചീരവിത്ത് ഒരു സ്ഥലത്ത് പോകും, ഒന്നായിട്ട് പോകും. അപ്പോൾ അവിടെ ഒന്നായിട്ട് മുളകും, പിന്നെ അത് ശരിയാവില്ല. ഇതാകുമ്പോൾ ഇടവിട്ട് പോകും. നല്ല ഉഷാറായിട്ട് മുളച്ച് വരും. നമുക്ക് നല്ല തൈകളെ കിട്ടും. നല്ല ഉഷാറ് തൈകൾ. എന്നിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് വെറുതെ ആക്കി കൊടുത്താൽ മതി. ചീരവിത്ത് അടിയിലേക്ക് പോരുത്. പതുക്കെ ഒന്ന് ആ കല്ലൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ട് പതുക്കെ ഒന്ന് പാറ്റി കൊടുക്കുക കൈ കൊണ്ട്. കണ്ടോ, ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ എന്നിട്ട് ഇങ്ങനെ ഒന്നാക്കി നല്ല ഉഷാറാക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം നനച്ച് പാറ്റി കൊടുക്കണം. ഇതുപോലെ ഒന്ന് കല്ലൊക്കെ ഒന്ന് ചെറിയ കല്ലൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെള്ളം പാറ്റി കൊടുക്കുക. ചെറുങ്ങനെ പാറ്റി കൊടുത്താൽ കുത്തി ഒഴിക്കരുത് വെള്ളം. ഒരിക്കലും ചീരക്ക് ഒരിക്കലും മുളച്ചാലും ഇതുപോലെ കുത്തി ഒഴിക്കരുത്. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പൈപ്പ് ഇങ്ങനെ പാറ്റി കൊടുക്കണം. ചീര വലുതായാലും ഒക്കെ വലുതായതും ചെറിയ പാകിയതായാലും ഒക്കെ ആയാലും നമ്മൾ ഒരിക്കലും കുത്തി ഒഴിക്കാൻ പാടില്ല ചീരക്ക്. ഇതുപോലെ അങ്ങനെ പാറ്റി കൊടുക്കുക. ഇതുപോലെ കണ്ടോ, അങ്ങനെ നട്ട ചീരയാണിത്. ഞാൻ ഒന്ന് കുറച്ച് വിളവെടുത്തു.
അങ്ങനെ നട്ട ചീരയാണ്. കണ്ടോ, ഒരു മുരട് തന്നെ ഒരു തൈ മറിച്ചപ്പോൾ തന്നെ ഏകദേശം ഒരു കെട്ടോളമുണ്ട്. നല്ല അടിപൊളി ചീര. കണ്ടോ കണ്ടോ, ഞാൻ അതുപോലെ പുല്ലിൻ്റെ മുകളിൽ മണ്ണിട്ടു പാകിയ ചീരയാണിത്. കണ്ടോ കണ്ടോ, ഏതാ ചീര. അപ്പോൾ എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്യുക. കാരണം നമ്മളെ വീടിന് മുന്നിലും അവിടെയും ഇവിടെയൊക്കെ പുൽക്കാടൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഇതുപോലെ റൗണ്ടാക്കിയിട്ട് മണ്ണിട്ടിട്ട് ചീര പാകുക. യാതൊരു വളം കാര്യങ്ങളും കൊടുക്കേണ്ട, 2 നേരം നനച്ച് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ നല്ല ഇലച്ച ചീര കിട്ടും. ഇതിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഞാൻ വിളവെടുക്കും. വിളവെടുത്തിട്ട് ഞാൻ വിൽപ്പനക്കുണ്ട്. ഏകദേശം 2 ദിവസം കൊണ്ട് വിളവെടുക്കണം എന്ന് കരുതുന്നു. ഓക്കെ, നമസ്കാരം. ഓക്കെ, ഇതുപോലെ എല്ലാവരും ചെയ്യുക.